ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാത്ര സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ മുഴുവൻ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളിനി അങ്ങോട്ട് കാണാൻ പോണത് ആകാശിൻ്റെ കുതന്ത്രങ്ങളാണ് കേട്ടോ. അതെ, ആകാശ് രചനയെടുത്ത് പറയുന്നുണ്ട്, നീ നോക്കിക്കോ രചന, ഇനി അനുഭവിക്കാൻ പോണത് അവളാണ്, ആ ഇഷിത. അവള് നിന്റെ രണ്ട് മക്കളെയും കൊണ്ട് പൊറുതിമുട്ടി അവസാനം അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ വരെ പറയും. അങ്ങനത്തെ കാഴ്ചകളായിരിക്കും നീ കാണാൻ വേണ്ടി പോണത് എന്ന് രചനയെടുത്ത് ആകാശ് പറയുമ്പോൾ രചന പറയുന്നുണ്ട്, ആകാശിന്റെ വട്ടാണോ? അവൾക്ക് എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മക്കളോട് ഒരു വല്ലാത്തൊരു സ്നേഹമുണ്ട്. അതെ, ആ സ്നേഹം തന്നെയാണ് ഞാൻ മുതലെടുക്കാൻ പോണത്. ഇഷിതക്ക് ഭ്രാന്ത് പിടിക്കാൻ വേണ്ടി പോവാണ്, മുഴുപ്രാന്ത്. അത് കണ്ടിട്ട് നമ്മുടെ മഹേഷിനാണെങ്കിൽ തലക്കാകെ വട്ടാകും. അങ്ങനെ വട്ടും ഭ്രാന്തൊക്കെ മൂത്ത് അവരുടെ കുടുംബം ഫുള്ള് നശിച്ച് നാറാണക്കാലം എടുക്കാൻ പോണ രചന, നീ നോക്കിക്കോ വെയിറ്റ് ആൻഡ് സീ എന്നൊക്കെ ആകാശ് ഇങ്ങനെ പറയുന്നുണ്ട്. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആകാശ് രചന ഇല്ലാത്ത സമയത്ത് ഫോണായിട്ട് ഇഷിതനെ വിളിക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് പോവാട്ടോ. എന്നിട്ട് ഇഷിതയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ഹലോ, ഇത് ഡോക്ടർ ഇഷിതയല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ, ആരാ? അയ്യോ മാഡം, ഇത് ഞാൻ ആകാശ് മേനോൻ. താൻ എന്തിനാടോ എന്നെ വിളിക്കണത്? താൻ എന്തിനാടോ എൻ്റെ ഫോണിലേക്ക് വിളിക്കണത്? തനിക്ക് എന്താണോ വേണ്ടത് എന്നൊക്കെ ചോദിക്കണം. അത് കാണുമ്പോൾ ആകാശ് പണ്ട്, അയ്യോ ഞാൻ ഒരു പ്രശ്നത്തിന് വിളിച്ചതല്ല ഇഷിതക്ക് കുഞ്ഞൊക്കെയായെന്ന് അറിഞ്ഞു, കൺഗ്രാജുലേഷൻ. പക്ഷേ ഒരു കാര്യം എനിക്ക് ഇഷിതടുത്ത് പറയണമെന്ന് തോന്നി. പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല. അത് ഞാൻ ഇഷിതടുത്ത് കുഞ്ഞിനോട് കാണിക്കുന്ന വലിയൊരു ദ്രോഹമായി പോകും. തനിക്ക് എന്താ പറയാനുള്ളത് എന്ന് പറയുമ്പോൾ, അങ്ങനെ ചോദിക്കേ. അതെ, വേറൊന്നുമല്ല, ഇഷിതക്കൊരു കുഞ്ഞായി, പെൺകുഞ്ഞാണല്ലേ, നന്നായി. കുഞ്ഞിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, താൻ ഇത് ചോദിക്കാനായിട്ടാണോ വിളിച്ചത്? അല്ല, വേറൊരു കാര്യം പറയാനാ. ആദിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. അവൻ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു കൊച്ചല്ല. അവനെ ചില സമയത്ത് മെന്റലി ഭയങ്കര ഡിപ്രഷൻ ആവാറുണ്ട്. അവൻ എന്താ ചെയ്യണമെന്ന് അവന് പോലും അറിയാത്തൊരു അവസ്ഥ അവന് വരാറുണ്ട്. ഇപ്പൊ അവന് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം ചിപ്പീനോടാണ്. ചിപ്പിന് സ്നേഹം കുറച്ച് കിട്ടുന്നത്, ചിപ്പിയുടെ മനസ്സ് വേദനിപ്പിക്കുന്നതായിട്ടുള്ള എന്ത് സംഭവം ഉണ്ടെങ്കിലും അവൻ അതൊക്കെ അടിച്ച് തെറിപ്പിക്കും. ഇപ്പൊ തന്നെ നോക്കിക്കോ, ഇപ്പൊ ആ കുഞ്ഞു വന്നില്ലേ, ഇനി ചിപ്പിയെടുത്തുള്ള ശ്രദ്ധ എല്ലാവർക്കും കുറഞ്ഞു പോവാണെന്ന് തോന്നുവാണെങ്കിൽ അവനെ ഏറ്റവും കൂടുതൽ ദേഷ്യം ആ കുഞ്ഞിനോടായിരിക്കും. അതായത് ഇഷിതയുടെയും മഹേഷിന്റെയും ഇപ്പൊ ജനിച്ച കുഞ്ഞിനോട് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ ഇഷിത പറയുന്നുണ്ട്, ഗർഭകാലത്ത് നിങ്ങളെ കൊണ്ട് വല്ലാത്ത ശല്യമായിരുന്നു, ഇപ്പോൾ പ്രസവം കഴിഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് ശല്യമാണല്ലോ എന്ന് നമുക്ക് വേണ്ടിയിട്ട് ഇഷിത ഫോം വെക്കുക കേട്ടോ. പക്ഷെ ഫോം വെച്ച് കഴിയുമ്പോഴേക്കും ഇഷിത ആകാശ് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകാശ് മനസ്സിൽ വിചാരിക്കണ്ടേ, എടി ഇഷിത, നീ ഇപ്പൊ പൊട്ടിത്തെറിച്ചാലും നിന്റെ മനസ്സിൽ ചെറിയൊരു തീപ്പൊരി വീണിട്ടുണ്ടല്ലോ, അത് വെറും സെക്കൻഡുകൾ മാത്രം മതി പൊട്ടിത്തെറിക്കാനായിട്ട്. നീ നോക്കിക്കോ, നിനക്ക് ഇനി സ്വസ്ഥത ഉണ്ടാവില്ല. ഇനി നീ ആദിയെ കാണുന്നത് വേറൊരു രീതിയിലായിരിക്കും. ആദിയുടെ ഓരോരോ നീക്കങ്ങളും നീ നോക്കിക്കൊണ്ടേയിരിക്കും. നോക്ക്, നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ആദീനെയും ചിപ്പിനെ എടുത്ത് തലയിൽ വെച്ചതല്ലേ, നിങ്ങളുടെ സ്വന്തം കുഞ്ഞ് അവര് കാരണം തന്നെ നഷ്ടമാകും എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ആകാശ് കേട്ടോ. അതിനുശേഷം ഇഷിതയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഇഷിത നമ്മുടെ റൂമിലേക്ക് പോകുമ്പോഴേക്കും അവിടേക്ക് ആദ്യം വരുന്നുണ്ട് കേട്ടോ. ആദ്യ റൂമിൽ നിന്നിട്ട് കുഞ്ഞു അവനെടുക്കാൻ വേണ്ടി എന്തോ നോക്കുവാണ്. അതൊക്കെ കാണുമ്പോൾ ഇഷിതക്ക് വേറെ ഏതോ രീതിയിൽ ഇഷിത ചിന്തിച്ചു കൂട്ടുവാട്ടോ. മോനെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ, എന്താ ഇഷിതാമ്മേ? ഒന്നുമില്ല, കുഞ്ഞു ഉറങ്ങുമല്ലേ? അതാ, കുഞ്ഞു ഉറങ്ങുമായിരുന്നു, വെറുതെ ഞാൻ വന്നതാണ് ഇഷിതാമ്മേ. ഇഷിതമ്മക്ക് എന്ത് പറ്റി? ഒന്നുമില്ല മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത അപ്പുറത്തേക്ക് പോവാണ്. ഞാൻ കുഞ്ഞിനെ പാല് കൊടുക്കട്ടെ എന്ന് പറയണം. അതാ ശരി ഇഷിതാമ്മേ എന്ന് പറഞ്ഞിട്ട് ആദ്യം അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ഇഷിതക്ക് ആകെ ഒരു ടെൻഷൻ, ഇനി തന്റെ കുഞ്ഞിനെ ആദ്യം എന്തെങ്കിലും ചെയ്യോ എന്നൊരു ടെൻഷൻ ഇഷിതക്ക് ഉണ്ട്. ആ ടെൻഷൻ ഇഷിത മഹേഷിനോട് പറയുന്നുണ്ട് കേട്ടോ. മഹേഷ്, എനിക്കെന്തോ വല്ലാത്ത ടെൻഷൻ പോലെ തോന്നുന്നു. എന്താ തന്റെ പ്രശ്നം? പ്രസവത്തിന് മുമ്പാണെങ്കിൽ തൻ്റെ ശത്രുക്കൾ തന്നെ എന്തിനും ചെയ്യുമെന്ന് പേടിയായിരുന്നു തനിക്ക്. പ്രസവം കഴിഞ്ഞിട്ടും തൻ്റെ ടെൻഷനും പേടിയൊന്നും മാറിയില്ലേ എന്ന് മഹേഷ് ചോദിക്കുകയാണ്. ഇഷിത പറയണ്ട്, അത് വേറൊന്നുമല്ല, ഇന്നലെ ആകാശ് വിളിച്ചിരുന്നു. ഓഹോ, അപ്പൊ അതാണ് ടെൻഷൻ. എന്നിട്ട് അവൻ തന്നോട് എന്താ പറഞ്ഞത്? അവനെ കിട്ടിയതൊന്നും പോരെ, നമ്മൾ ഒരു കാര്യത്തിനും അവന്റെ കാര്യത്തിൽ ഇടപെടുന്നില്ലല്ലോ, പിന്നെ എന്തിനാ അവൻ നമ്മുടെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നത്? ഇഷിത പറയുന്നുണ്ട്, ചിലപ്പോൾ ആകാശിന്റെ മനസ്സിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുമായിരിക്കും. സുമിയുടെ കൊലപാതകത്തിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അത് നമ്മളാണ് കുത്തിപ്പൊക്കിയെന്നൊരു തെറ്റിദ്ധാരണ അയാൾക്കുണ്ട്. അതിനു വേണ്ടിയാണ് നമ്മുടെ കുടുംബജീവിതം ഇല്ലാതാക്കാൻ വേണ്ടി നോക്കുന്നത്. അയാൾ ഇന്നലെ വിളിച്ചിട്ട് എന്നോട് പറയാണ്, ആദ്യം മെന്റലി ഡിപ്രഷനായിട്ടുള്ള കുട്ടിയാണ്, അവൻ എന്താ ചെയ്യണമെന്ന് അവനെ പോലും അറിയില്ല, അതുകൊണ്ട് നമ്മുടെ കുഞ്ഞിനെ അവൻ എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ പേടിപ്പിക്കുകയാണ് മഹേഷ് എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയാണ് നമ്മുടെ ഇഷിത. മഹേഷ് പറഞ്ഞിടോ, ആദ്യം നമ്മുടെ കുഞ്ഞ് എന്ത് ചെയ്യണ്ടാണോ, അവന്റെ കുഞ്ഞ് അനിയത്തിയല്ലേ അത്? അയ്യോ മഹേഷ്,
എനിക്ക് അതിനെ പേടിയോ സംശയമോ ഒന്നുമില്ല. പക്ഷെ ആകാശ് ഒരു തരത്തിലും സമാധാനം തരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാട്ടോ. ഇതെല്ലാം തന്നെ ആദി കേൾക്കുന്നുണ്ട് കേട്ടോ. ആദിക്ക് അത് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമമാണ്. ആദി ഇഷിതരെ മഹേഷിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇഷിതാമ്മേ, ഡാഡി നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ. ആകാശങ്ങൾ പറഞ്ഞ പോലെയൊന്നും അല്ല ഞാൻ. പക്ഷെ എങ്കിലും ഞാൻ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് കുഞ്ഞാവിനെ എടുക്കാനൊന്നും നിൽക്കുന്നില്ല. കുഞ്ഞാവിനെ ദൂരത്തുനിന്ന് കണ്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം അവിടെ നിന്ന് പോവാട്ടോ. അത് കേൾക്കുമ്പോൾ ഇഷിതക്കും മഹേഷിനും വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ആദിയുടെ ആ ഒരു മനസ്സ് വേദനിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട്. പക്ഷേ എന്തോ ഒരു കാരണം കൊണ്ട് ഇഷിതയുടെ കുഞ്ഞിന് എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട് കേട്ടോ. ഇവർ ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആകാശ് വിളിക്കുകയാണ് ഇഷിതേനെ. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ കുഞ്ഞിൻ്റെ കാലിലെന്ന് പറയുന്നത് ആ വീട്ടിൽ നിൽക്കുന്നത് അവനാണ്. ആ ഒരു മഹേഷിന്റെ ആദ്യ മകൻ ആദി. അവൻ അവിടെ നിന്ന് പോയാൽ മാത്രമേ നിങ്ങൾക്ക് സമാധാനത്തോടെ ആ വീട്ടിൽ നിൽക്കാൻ സാധിക്കുള്ളൂ എന്നൊക്കെ ഇഷിത അടുത്ത് പറയാണ്. ഇഷിതക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആദ്യമാണെങ്കിൽ കുഞ്ഞിൻ്റെ അടുത്ത് വരുന്നു പോലും ഇല്ല കേട്ടോ. കാരണം ഈ കാരണം കൊണ്ടിട്ട് അവർക്കൊന്നും സംഭവിക്കണ്ട, ഇഷിതക്ക് ടെൻഷൻ ആവണ്ട. അതുകൊണ്ട് മാത്രമാണ് ആദ്യം തൻ്റെ കുഞ്ഞാവിനെ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും കുഞ്ഞിനെ ഒന്ന് എടുക്കാനോ തൊടാനോ പോലും ആദി നിൽക്കുന്നില്ല കേട്ടോ. കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവണ്ട, മറ്റുള്ളവർ അതിൻ്റെ പേര് ടെൻഷൻ ആവണ്ട എന്നാണ് ആദിയുടെ മനസ്സിൽ. പക്ഷെ ആദി എന്നാലും ആകാശിനെ വെറുതെ വിടില്ല കേട്ടോ. കാരണം തന്നെക്കുറിച്ച് എന്തൊക്കെ അപവാദമാണ് ആകാശ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആദി നേരെ പോണത് ആകാശിന്റെ വീട്ടിലേക്കാണ്. അവിടെ രചനയുണ്ട് കേട്ടോ. രചന ആദിനെ കാണുമ്പോൾ തന്നെ, മോനെ ആദി നീ വന്നോടാ, എനിക്കറിയായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ നീ വരുമെന്ന്. അവസാനം നീ വന്നല്ലോ മോനെ, നിന്റെ മമ്മിയുടെ അടുത്തേക്ക് നീ വന്നല്ലോ. മമ്മി തെറ്റിദ്ധരിക്കണ്ട, ഞാനിവിടെ നിൽക്കാനൊന്നും വന്നതല്ല. അയാളില്ല ഇവിടെ, ആ ആകാശ് മേനോൻ. എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ ചോദിക്കണത്? ആകാശ് ഇവിടെ ഇല്ല മോനെ, നിനക്ക് സുഖമല്ലേ? എൻ്റെ സുഖവും സുഖക്കേടൊന്നും മമ്മി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. മമ്മി സുഖമായിട്ട് ആകാശങ്ങളുടെ കൂടെ ജീവിക്കണമെങ്കിൽ അത് മാത്രം നോക്കിയാൽ മതി. ആകാശങ്ങൾ എവിടെയാണ്? ഓഫീസിലാണോ? അറിയില്ല മോനെ, ആകാശങ്ങൾ വന്നിട്ടില്ല. ആകാശങ്ങൾ വന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടെ ഇരിക്കുക കേട്ടോ. അങ്ങനെ ആകാശ് അവിടേക്ക് വരുന്നുണ്ട്. ആദ്യം രണ്ടും കൽപ്പിച്ച് ആകാശിന്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എടോ താൻ എന്താ കോടതിയിൽ പറഞ്ഞത്? എനിക്ക് മാനസിക നിലയിൽ എന്തോ പ്രശ്നം ഉണ്ടെന്നല്ലേ? എടോ ഈ മാനസിക നില തെറ്റിയവര് ആരെങ്കിലും എന്തെങ്കിലും കൊല്ലുകയോ ഉപദ്രവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കേസ് ആവില്ലല്ലോ. തനിക്ക് കിട്ടിയതൊന്നും പോരല്ലേ? താൻ ഇപ്പോഴും ഇഷിതാമ്മനെ വിളിച്ച് ഓരോരോ കുറ്റവും കുശുമ്പും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ? തന്നെ ഞാൻ വെച്ചിട്ടുണ്ടോ? താൻ ജീവനോട് ഇരിക്കുമ്പോഴല്ലേ മറ്റുള്ളവർക്ക് ഉപദ്രവം? തന്നെ ഞാൻ കൊല്ലാൻ പോവാടോ. എൻ്റെ മാനസികത തെറ്റിയോണ്ട് കോടതി എന്നെ വെറുതെ വിടയുള്ളൂ. തന്നെ ഞാൻ കൊല്ലട്ടേടോ എന്ന് പറഞ്ഞിട്ടൊരു കത്തി എടുത്തിട്ട് ആകാശിന്റെ അടുത്തേക്ക് പോവാണ് നമ്മുടെ ആദ്യം കേട്ടോ. ആകാശ് ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. ആദ്യം ഒരു കുഞ്ഞു കുട്ടിയാണെങ്കിൽ പോലും ആദ്യയുടെ ആ ഒരു ദേഷ്യവും ആദ്യയുടെ ആ ഒരു വരവ് കാണുമ്പോഴും ആകാശിനെ വല്ലാതെ ടെൻഷൻ ആവാണ്. അങ്ങനെ ആദ്യം നേർക്ക് നേരെ, അതായത് മഹേഷും ആകാശും എങ്ങനെയാണ് അടിയിടിയൊക്കെ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെയാണ് ആദി നമ്മുടെ ആകാശിന്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പൊ ആദിയുടെ വരവും നിൽപ്പൊക്കെ കാണുമ്പോൾ ആകാശിന്റെ മഹേഷിനെയാണ് ഓർമ്മ വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഭാഗമാണ് നമ്മൾ ഈ ആഴ്ച കാണാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.